ഒരു മന്തി കഴിക്കുന്ന പൈസ മാറ്റിവെച്ചാൽ പ്രവാസികളുടെ കുടുംബം സുരക്ഷിതമാക്കാം. എങ്ങനെയാണെന്ന് അറിയണ്ടേ? അപ്പോൾ അതിനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രവാസികൾ നാടും വീടുമൊക്കെ വിട്ട് വിദേശത്തേക്ക് പോകുന്നത് അവരുടെ കുടുംബത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയ്ക്കും അതുപോലെ തന്നെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനുമാണ്. ഈയിടെയായിട്ട് നിങ്ങൾ ധാരാളം വാർത്തകൾ കണ്ടിട്ടുണ്ടാവും. പ്രവാസി യുവാവ് ജോലിക്കിടെ കുഴിഞ്ഞു വീണ് മരിച്ചുവെന്ന്. ചിലപ്പോൾ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ ഒരാളായിരിക്കും ഇങ്ങനെ പെട്ടെന്ന് ഇല്ലാതാകുന്നത്. എന്നാൽ മാസം തോറും തുച്ഛമായൊരു തുക എടുത്ത് ഒരു NRI ടേം ഇൻഷുറൻസ് എടുത്തിട്ട് കഴിഞ്ഞാൽ ദൗർഭാഗ്യവശാൽ മരണം സംഭവിച്ചാൽ പോലും പ്രവാസിയുടെ കുടുംബത്തിന് വളരെ വലിയൊരു തുകയായിരിക്കും നഷ്ടപരിഹാരമായിട്ട് കിട്ടുക. അപ്പോൾ ആ ഒരു തുക ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പ്രവാസിയുടെ സ്വപ്നങ്ങളായിട്ടുള്ള കുട്ടികളുടെ വിവാഹം, കുട്ടികളുടെ പഠിത്തം, കുടുംബത്തിൻ്റെ മറ്റ് ചിലവുകളെല്ലാം തന്നെ ആ ഒരു പ്രവാസിയുടെ അഭാവത്തിലും സുഗമമായിട്ട് തന്നെ കുടുംബത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇതിനാണ് NRI ടേം ഇൻഷുറൻസ് എന്നൊരു ഇൻഷുറൻസ് തന്നെ ഇൻഷുറൻസ് കമ്പനികൾ പ്രവാസികൾക്ക് മാത്രമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്തരത്തിലൊരു NRI ടേം ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളൊരു NRI ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് തുക കുറച്ച് സേവ് ചെയ്യാനൊക്കെ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് വളരെ വലിയൊരു തുക കിട്ടുന്നൊരു ഇൻഷുറൻസ് മാത്രമല്ല ടേം ഇൻഷുറൻസ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും പല ആളുകൾക്കുമുണ്ട്. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ക്രിട്ടിക്കലായിട്ടുള്ളൊരു അസുഖം വന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് അംഗവൈകല്യം സംഭവിച്ചാലും ഇതുപോലെ വളരെ വലിയൊരു തുക കവറേജായിട്ട് കിട്ടും. ടേം ഇൻഷുറൻസ് എടുക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും ഇതറിയില്ല. അത്തരത്തിൽ കവറേജ് കിട്ടുന്ന ആഡ് ഓൺസ് അഥവാ റൈഡറുകൾ നമുക്ക് ടേം ഇൻഷുറൻസിനോടൊപ്പം കൂട്ടിച്ചേർക്കാൻ സാധിക്കും. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിരവധി ആഡ് ഓണുകളുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ആഡ് ഓൺ. അത്തരത്തിലൊരു ആഡ് ഓൺ നമ്മുടെ ടേം ഇൻഷുറൻസിനോടൊപ്പം നമ്മൾ ആഡ് ചെയ്താലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ നമുക്കൊരു ക്രിട്ടിക്കൽ ഇൽനെസ് ഉണ്ടെന്ന് കണ്ടെത്തിയാൽ ഉടനെ തന്നെ നമുക്ക് കവറേജ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ അംഗവൈകല്യം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കവറേജ് കിട്ടുന്ന ആക്സിഡൻ്റൽ ഡിസബിലിറ്റി ബെനിഫിറ്റ് റൈഡർ എന്ന് പറയുന്ന ആഡ് ഓണും ഉണ്ട്. ഇനി മറ്റൊരു ആഡ് ഓൺ ഉണ്ട്, ആക്സിഡൻ്റൽ ഡെത്ത് ബെനിഫിറ്റ് റൈഡർ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ 1 കോടിയുടെ ഒരു കവറേജ് ഉള്ള ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന് കരുതുക. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് സ്വാഭാവികമായിട്ടും ലഭിക്കുന്നത് 1 കോടി ആയിരിക്കുമല്ലോ. എന്നാൽ നമ്മൾ 50 ലക്ഷത്തിൻ്റെ ഈ ഒരു ആഡ് ഓൺ ആക്സിഡൻ്റ് ഡെത്ത് ബെനിഫിറ്റ് റൈഡർ ഈ ഒരു ടേം ഇൻഷുറൻസിനോടൊപ്പം കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്ന് കരുതുക. അപ്പോൾ ആ ഇത്തരത്തിലൊരു ആഡ് ഓൺ എടുക്കാൻ നിസ്സാര തുകയെ നമ്മൾ ചിലവഴിക്കേണ്ടതുള്ളൂ. പക്ഷേ ഇത് കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിക്കുന്നത് ആക്സിഡൻറ്റിലാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ലഭിക്കുന്നത് 1 കോടിയും ഒപ്പം 50 ലക്ഷം കൂടി ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ആഡ് ഓണുകളുണ്ട്. ഈ ആക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ അത് ട്രാഫിക് ആക്സിഡൻറ്റ് മാത്രമല്ല, അത് തീപിടുത്തമാവാം, അല്ലെങ്കിൽ എയർപ്ലെയിൻ ക്രാഷ് ആവാം. ഇനി അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു അപകടം ഉണ്ടായിട്ട് ആ ഒരു അപകടത്തെ തുടർന്നുള്ള ആ ഒരു പരിക്ക് മൂലം പിന്നീട് എപ്പോഴെങ്കിലും മരിക്കുകയാണെങ്കിൽ അതും ഇത്തരത്തിൽ ആക്സിഡൻറ്റിലാണ് ഉൾപ്പെടുത്തുക. പിന്നെ പ്രവാസികൾ കുറച്ച് പേരെങ്കിലും ടേം ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ഇത്തരത്തിൽ ടേം ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് അങ്ങ് വിദേശ നാട്ടിൽ നിന്നുമാണ്. എന്നാൽ ആ ഒരു വിദേശ നാടിനേക്കാൾ 30 മുതൽ 50% വരെ ചീപ്പർ പ്രീമിയമാണ് നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ. അത് മിക്ക ആളുകളും ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ നിങ്ങളൊരു ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് നൽകുന്നത് നിങ്ങളുടെ NRI അക്കൗണ്ട് ഉപയോഗിച്ച് മാത്രം ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്ന GST 18% അത് ഒഴിവാക്കി കിട്ടും. നിങ്ങൾ പിന്നെ പേയ്മെൻറ്റ് നൽകുന്നത് ആനുവലി ആണെങ്കിൽ നിങ്ങൾക്ക് 5% വരെ ഡിസ്കൗണ്ട് ലഭിക്കും. അതായത് നിങ്ങൾക്ക് നേരെ 23% വരെ ഇത്തരത്തിൽ കിഴിവ് നേടാൻ സാധിക്കും. മാസം തോറും വളരെ വലിയൊരു തുകയൊക്കെ അടയ്ക്കുന്ന ലൈഫ് ഇൻഷുറൻസിനെ പറ്റിയല്ല കേട്ടോ ഞാനിവിടെ പറയുന്നത്. മാസം വെറും 820 രൂപയൊക്കെ നൽകി കഴിഞ്ഞാൽ 2 കോടിയുടെ കവറേജ് വരെ നിങ്ങളുടെ പ്രായം അനുസരിച്ചിട്ട് ലഭിക്കുന്ന രീതിയിലുള്ള ധാരാളം പ്ലാനുകൾ ഞാൻ തന്നിരിക്കുന്ന ഈ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ സാമ്പത്തികമായ പ്രശ്നങ്ങളും ബാധ്യതകളൊക്കെ ഒഴിഞ്ഞ് അത്യാവശ്യം ജീവിക്കാനുള്ള ഒരു പണം നമ്മൾ സമ്പാദിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പുവരുന്ന ഒരു കാലം വരെയെങ്കിലും നമ്മുടെ ടേം ഇൻഷുറൻസിന് കവറേജ് ഉണ്ടായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ചില വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ 85 വയസ്സ് വരെയുള്ള ടേം പ്ലാനുകളാണ് ലഭ്യമായിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ 99 വയസ്സ് വരെയുള്ള ടേം പ്ലാനുകൾ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലെയിമുകളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് നമ്മളടച്ച പണം തിരികെ തരുന്ന രീതിയിലുള്ള ടേം ഇൻഷുറൻസുകളും ഇന്ന് ലഭ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്ലാനുകളും ഞാൻ തന്നിരിക്കുന്ന ആ കമൻറ്റ് ബോക്സിൽ തന്നിരിക്കുന്ന ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നിരിക്കുന്ന ആ ഒരു ലിങ്കിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ പ്രശസ്തമായ എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും നിരവധി ടേം ഇൻഷുറൻസ് പ്ലാനുകൾ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കി ഇഷ്ടമുള്ളതൊന്നും തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇതിനൊക്കെ തന്നെ 24/7 എന്ന രീതിയിൽ ക്ലെയിം അസിസ്റ്റൻസും ലഭ്യമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്.